ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. ബ്രസീലിൽ നടക്കുന്ന G20 ഉച്ചകോടിയുടെ രണ്ടാം ദിനത്തിൽ സുസ്ഥിര വികസനവും ഊർജ്ജ പരിവർത്തനവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള യോഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഉപതെരഞ്ഞെടുപ്പിന് സജ്ജമായി പാലക്കാട്. വോട്ടെടുപ്പ് നാളെ. കേരളത്തിന്റെ പാരമ്പര്യവും ചരിത്രശേഷിപ്പുകളും സംരക്ഷിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. ലോക പൈതൃക വാരാഘോഷത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം കേരളത്തിന്. കൊല്ലം മികച്ച മറൈൻ ജില്ല. വ്യവസായ പാർക്കുകളുടെ നിർമ്മാണത്തിനായി ഏറ്റെടുക്കാൻ പറ്റുന്ന ഭൂമികൾ കൃത്യമായി മാപ്പ് ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി പി രാജീവ്. വനിതാ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഹോക്കിയിൽ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സെമി ഫൈനൽ മത്സരം പുരോഗമിക്കുന്നു. മലേഷ്യയെ പരാജയപ്പെടുത്തി ചൈന ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടക്കുന്ന G20 ഉച്ചകോടിയുടെ രണ്ടാം ദിനം സുസ്ഥിര വികസനവും ഊർജ്ജ പരിവർത്തനവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള യോഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഇതിനു പുറമെ ബ്രസീൽ, അർജന്റീന, ചിലി, ഓസ്ട്രേലിയ എന്നീ രാജ്യത്തലവന്മാരുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ മൂന്നാം പാദത്തിൽ ശ്രീ മോദി ഗയാനയിലേക്ക് പുറപ്പെടും. നൈജീരിയൻ സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ബ്രസീലിൽ എത്തിയത്. സ്വതന്ത്രവും സുരക്ഷിതവുമായ സമുദ്ര ശൃംഖലയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാട് ലോകമെമ്പാടും പ്രതിധ്വനിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന സാഗർ മന്ഥർ ദ ഓഷ്യൻസ് ഡയലോഗ് വിജയകരമായി സംഘടിപ്പിച്ചതിന് തുറമുഖ മന്ത്രാലയത്തെ അഭിനന്ദിക്കുകയായിരുന്നു അദ്ദേഹം. സാഗർ മന്ഥൻ മനുഷ്യരാശിയുടെ സമൃദ്ധമായ ഭാവിക്ക് മുതൽക്കൂട്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. നാളെ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമായി പാലക്കാട്. മണ്ഡലത്തിൽ അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ആകെ 1,94,706 വോട്ടർമാരാണ് ഉള്ളത്. 10 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. 4 ഓക്സിലറി ബൂത്തുകളടക്കം ആകെ 184 പോളിംഗ് ബൂത്തുകളാണ് ഉപതെരഞ്ഞെടുപ്പിന് സജ്ജീകരിച്ചിട്ടുള്ളത്. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്വകാര്യ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് പൊതു അവധി അനുവദിച്ചിട്ടുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിവാദമായ LDF പത്രപരസ്യത്തിന് മുൻകൂർ അനുമതി വാങ്ങിയിട്ടില്ലെന്ന് പരാതി ഉയർന്നതോടെ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതിയില്ലാതെയാണ് പരസ്യം നൽകിയതെന്നാണ് പരാതി. മഹാരാഷ്ട്രയിൽ നാളെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. 288 സീറ്റുകളിൽ ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. 2086 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 4136 പേരാണ് മഹാരാഷ്ട്രയിൽ ജനവിധി തേടുന്നത്. ഝാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടവും നാളെ നടക്കും. 12 ജില്ലകളിലെ 38 മണ്ഡലങ്ങളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. നവംബർ 23-നാണ് വോട്ടെണ്ണൽ. ലോക പൈതൃക വാരാഘോഷത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. കേരളത്തിന്റെ മഹത്തായ പാരമ്പര്യവും ചരിത്ര ശേഷിപ്പുകളും സംരക്ഷിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കണ്ണൂർ പയ്യാമ്പലത്തിന് സമീപമുള്ള കൈത്തറി മ്യൂസിയത്തിലാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത്. ചരിത്ര സ്മൃതികൾ കാത്തുസൂക്ഷിക്കേണ്ടത് പുതിയ തലമുറയോട് കാണിക്കേണ്ട ചരിത്രപരമായ ധർമ്മമാണെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. കഴിഞ്ഞ 8 വർഷത്തിനിടെ സംസ്ഥാനത്തുടനീളം വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ 22 മ്യൂസിയങ്ങൾ സ്ഥാപിച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു. പൈതൃക വാരാചരണത്തിന്റെ ഭാഗമായി 1924-ൽ ലണ്ടനിലെ വെംബ്ലി എക്സിബിഷനിൽ പ്രദർശിപ്പിച്ച തിരുവിതാംകൂർ രാജവംശത്തിന്റെ പരമ്പരാഗത തുണിത്തരങ്ങളുടെ പ്രത്യേക പ്രദർശനം കൈത്തറി മ്യൂസിയത്തിൽ നാളെ വരെയുണ്ടാകും. ഈ തുണിത്തരങ്ങൾ 100 വർഷങ്ങൾക്ക് ശേഷമാണ് ലോക പൈതൃക വാരാചരണത്തിന്റെ ഭാഗമായി പ്രദർശിപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഈ വർഷത്തെ ഫിഷറീസ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായി കേരളം തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച മറൈൻ ജില്ല കൊല്ലമാണ്. മത്സ്യബന്ധന മേഖലയിലെ സമഗ്ര ഇടപെടലുകളാണ് കേരളത്തെ പുരസ്കാരാർഹമാക്കിയത്. മത്സ്യബന്ധന മേഖലയിലെ വിവിധ ഘടകങ്ങളെ സംയോജിപ്പിച്ച് സമഗ്രമായ ഒരു മാറ്റം സൃഷ്ടിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
സംസ്ഥാനത്തെ 2 ആരോഗ്യ സ്ഥാപനങ്ങളിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി നബാർഡിന്റെ 53 കോടി രൂപയുടെ ധനസഹായത്തിന് ഭരണാനുമതി ലഭിച്ചതായി മന്ത്രി വീണ ജോർജ്. കോഴിക്കോട് ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിന് ആദ്യഘട്ടമായി 28 കോടി രൂപ, കണ്ണൂർ പിണറായി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് രണ്ടാം ഘട്ടമായി 25 കോടി എന്നിങ്ങനെയാണ് അനുവദിച്ചത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ വെബ്സൈറ്റ് മന്ത്രി പി രാജീവ് ലോഞ്ച് ചെയ്തു. ഏറ്റവും മികച്ച മുന്നൊരുക്കത്തോടെ ഈ ആഗോള നിക്ഷേപക സംഗമത്തിന് സംസ്ഥാനം തയ്യാറെടുക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ലാൻഡ് ഇൻഡസ്ട്രിക്ക് ഉപയോഗിക്കാവുന്നത് നമ്മളിപ്പോൾ കംപ്ലീറ്റ് മാപ്പ് ചെയ്തിട്ടുണ്ട്. PSUവിൻ്റെ കയ്യിലുള്ള ലാൻഡ്, വിവിധ വകുപ്പുകളുടെ കയ്യിൽ അവരുടെ ആവശ്യമില്ലാതിരിക്കുന്നതും എന്നാൽ വ്യവസായത്തിന് ഉപയോഗിക്കാൻ കഴിയാവുന്നതുമായ ലാൻഡ്, ഇതെല്ലാം നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമുക്ക് വ്യവസായത്തിന് എടുക്കാൻ പറ്റിയെന്ന് വരില്ല, എന്നാൽ അതിന് പറ്റുന്ന ലാൻഡുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ പഞ്ചായത്തിലും ലാൻഡ് ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ വ്യവസായത്തിന് പറ്റുമ്പോഴുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കും, ഡെവലപ്പ് ചെയ്യാം, അവർക്ക് തന്നെ അലോട്ട് ചെയ്യാം. അമ്പലപ്പുഴയിൽ നിന്ന് കാണാതായ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ സ്വദേശി ജയചന്ദ്രനെ കരുനാഗപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിജയലക്ഷ്മിയെ കാണാനില്ലെന്ന ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകം പുറത്തറിഞ്ഞത്. മൃതദേഹം ജയചന്ദ്രന്റെ നിർമ്മാണം നടക്കുന്ന വീട്ടിൽ കുഴിച്ചിട്ട നിലയിലാണ് കണ്ടെത്തിയത്. ദേശീയ ക്ഷീര ദിനാഘോഷങ്ങളുടെ ഭാഗമായി പൊതുജനങ്ങൾക്ക് മിൽമയുടെ തിരുവനന്തപുരം ഡയറി സന്ദർശിക്കാൻ അവസരം. ഈ മാസം 25, 26 തീയതികളിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെയാണ് സന്ദർശനത്തിന് സൌകര്യമൊരുക്കിയിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മേജർ തെള്ളിയൂർക്കാവ് ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ തെള്ളിയൂർക്കാവ് വൃശ്ചിക വാണിഭം ഡിസംബർ 1 വരെ നടക്കും. പഴമയ്ക്കൊപ്പം ഒരു പ്രദേശത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെയാണ് വിളംബരം ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. പത്തനംതിട്ട മല്ലപ്പള്ളി തെള്ളിയൂർക്കാവിൽ മണ്ഡലവ്രതാരംഭ ദിനം മുതൽ ആരംഭിച്ച വൃശ്ചിക വാണിഭം ഡിസംബർ 1 വരെ നടക്കും. കാർഷിക വിളകൾ, ആയുധങ്ങൾ, പരമ്പരാഗത വീട്ടുപകരണങ്ങൾ എന്നിവയുടെ വിപണനമാണ് തെള്ളിയൂർക്കാവ് വാണിഭത്തിന്റെ പ്രധാന ആകർഷണം. ക്ഷേത്രത്തിന് സമീപം ഉണക്കസ്രാവ് വിൽപ്പനയെന്ന കൗതുക കാഴ്ചയും ഇതിന്റെ ഭാഗമായുണ്ട്. ലേലം ചെയ്തു വാങ്ങാൻ നിരവധി ആളുകൾ എത്തിയതോടെ പിന്നീട് തെള്ളിയൂർക്കാവ് വൃശ്ചിക വാണിഭമായി മാറിയെന്നുമാണ് പറയപ്പെടുന്നത്. വനിതാ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഹോക്കിയുടെ ആദ്യ സെമിയിൽ മലേഷ്യയെ പരാജയപ്പെടുത്തി ചൈന ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള രണ്ടാം സെമി ഫൈനൽ മത്സരം പുരോഗമിക്കുകയാണ്. നാളെയാണ് ഫൈനൽ മത്സരം. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ മിക്സഡ് ഡബിൾസിൽ ഇന്ത്യൻ താരങ്ങളായ സുമീത് റെഡ്ഡി, സിക്കി റെഡ്ഡി സഖ്യം US സഖ്യത്തെ പരാജയപ്പെടുത്തി അടുത്ത റൌണ്ടിലേക്ക് കടന്നു. കോഴിക്കോട് കോട്ടമുഴി പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ റിട്രെയിനിംഗ് വാൾ നിർമ്മാണത്തിലിരിക്കെ ഇടിഞ്ഞ സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ലിൻഡോ ജോസഫ് MLA നിർദ്ദേശം നൽകി. സോയിൽ പൈപ്പിംഗ് നടന്നതാണ് കെട്ട് ഇടിയാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പൊതുമരാമത്തിന്റെ പാലം വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ രാവിലെ തന്നെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. നാളെ തന്നെ നിർമ്മാണം പുനരാരംഭിക്കും. ഭിന്നശേഷിക്കാർക്കായി കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് മുഖേന കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയം നടപ്പിലാക്കുന്ന പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസിനായി അപേക്ഷ ക്ഷണിച്ചു. നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിലൂടെ ഓൺലൈനായി ഈ മാസം 30 വരെ അപേക്ഷ സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 24 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 116ാം പതിപ്പാണിത്. MyGov ഓപ്പൺ ഫോറത്തിലും നമോ ആപ്പിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രസീലിൽ നടക്കുന്ന G20 ഉച്ചകോടിയുടെ രണ്ടാം ദിനത്തിൽ സുസ്ഥിര വികസനവും ഊർജ്ജ പരിവർത്തനവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള യോഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഉപതെരഞ്ഞെടുപ്പിന് സജ്ജമായി പാലക്കാട്. വോട്ടെടുപ്പ് നാളെ. കേരളത്തിന്റെ പാരമ്പര്യവും ചരിത്രശേഷിപ്പുകളും സംരക്ഷിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. ലോക പൈതൃക വാരാഘോഷത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം കേരളത്തിന്. കൊല്ലം മികച്ച മറൈൻ ജില്ല. വ്യവസായ പാർക്കുകളുടെ നിർമ്മാണത്തിനായി ഏറ്റെടുക്കാൻ പറ്റുന്ന ഭൂമികൾ കൃത്യമായി മാപ്പ് ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി പി രാജീവ്. വനിതാ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഹോക്കിയിൽ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സെമി ഫൈനൽ മത്സരം പുരോഗമിക്കുന്നു. മലേഷ്യയെ പരാജയപ്പെടുത്തി ചൈന ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.